സാറേ, സന്ദേശത്തിലെ ഡയലോഗുണ്ട്, എപ്പോൾ പാർട്ടി തിരഞ്ഞെടുപ്പിലൊക്കെ തോൽക്കുന്നോ ആ സമയത്തെല്ലാം താത്വികമായ അവലോകനവുമായി വരുന്ന കുമാരപിള്ള സാർ. അത് ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്ന നടനാണ് ആ കഥാപാത്രം ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് അറിയത്തുമില്ല. പക്ഷേ ശങ്കരാടി എന്ന് പറയുന്ന ആളിനെ നമുക്കറിയാം. അദ്ദേഹം മരിച്ചിട്ട്, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 100 വർഷം, അദ്ദേഹത്തിൻ്റെ 100 വയസ്സ് ആകുന്ന സമയമാണ്. അദ്ദേഹം പക്ഷേ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മൾ സൈബർ ഇടത്തിൽ സജീവമായി ജീവിക്കുന്ന ഒരാളാണ് ശങ്കരാടി. ശങ്കരാടിയുടെ ഹിറ്റ് ഡയലോഗുകളെല്ലാം വളരെ ഫേമസ് ആയിട്ട് രേഖ ഉണ്ട്. ഇതാണ് ആ രേഖ എന്ന് പറയുന്ന വിയറ്റ്നാം കോളനിയിലെ ഡയലോഗൊക്കെ പുതിയ കാലത്തും പുതിയ ജനറേഷനും പ്രിയങ്കരനായ സ്വാഭാവിക നടനായിരുന്നു അദ്ദേഹം. പ്രിയങ്കരനായ നടനാണ് ശങ്കരാടി. ശങ്കരാടി കാരണവരുടെ, നമ്മൾ മലയാളത്തിൻ്റെ കഷണ്ടിയും കണ്ണാടിയൊക്കെ വെച്ച് ഒരു കാരണവർ. എങ്ങനെയാണ് നമ്മൾ ശങ്കരാടിയെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഈ ചന്ദ്രശേഖരൻ എന്നുള്ള പേര് പൊതുവെ മലയാളത്തിൽ രാശിയുള്ള പേരാണ്. ചന്ദ്രശേഖരൻ നായർ മിനിസ്റ്റർ ഉണ്ടായി, CPI മിനിസ്റ്റർ. ഒരുപാട് കൊട്ടാരക്കര ഹൈകുമാർ അച്ഛനായിരുന്നു, കൊട്ടാരക്കര ശ്രീധരൻ നായർ. മറ്റേത് ഈ ചന്ദ്രശേഖരൻ നായർ, ഈ ചന്ദ്രശേഖരൻ. അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ദേശീയ തലത്തിൽ നോക്കിയാൽ പ്രധാനമന്ത്രി, ജനതാദളിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ചന്ദ്രശേഖരൻ, അല്ല പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ചന്ദ്രശേഖരൻ. അപ്പോൾ നിങ്ങൾ ഈ ചന്ദ്രശേഖരൻ്റെ പേര് പൊതുവെ ഒരു രാശിയുള്ള പേരാണ്. പക്ഷെ അങ്ങനെ ആ പേര് ഉപേക്ഷിച്ചാണ് ശങ്കരാടി ആയത്. ശങ്കരാടി പിന്നെ KPSC നാടകങ്ങളിലൂടെ അല്ലേ വന്നത്. ആ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാം തന്നെ നാടക സംഘങ്ങളിലൂടെ വന്നു. അതിൽ നല്ലൊരു പങ്കും KPSC വഴിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു ഗുഡ് വിൽ ഉണ്ടായിക്കൊടുക്കുന്നത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ജനറേഷൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പരിചയമുള്ള പോപ്പുലർ താരങ്ങളും മഹാഭൂരിപക്ഷവും KPSC കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. KP ഉമ്മദ് ആണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും എല്ലാം. അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് സത്യനാണ്. സത്യൻ വരെ പോലീസ് തന്നെയായിരുന്നല്ലോ, പിന്നെ പോലെ അടിച്ചമർത്തിയ പോലീസ് തന്നെയാണ് വല്ലാതെ. പിന്നെയുള്ള നസീർ സാർ അങ്ങനെ കാര്യമായ ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും കേട്ടിരുന്ന നസീർ സാറിന് ഇടതുപക്ഷത്തോടാണ് താല്പര്യം. നായനാരുടെ ഒരു പ്രസ്താവന കൊണ്ട് പ്രകോപിതനായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതെന്നാണ്. നായനാർ വന്ന് ആ കർണാകനെ ഒരു സിനിമാക്കാരനെയും കൊണ്ട് നടക്കുന്നതിന് പ്രേനസീർ ഓനൊന്നും ഞമ്മക്ക് പേടിയില്ലടോ അങ്ങനെ ഒന്ന് നിലവഴിച്ചു. അതുകൊണ്ടാണ് നസീർ സാർ പിന്നെ അവസാനം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹവും ഒന്നാന്തരം രാഷ്ട്രീയക്കാരനാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ ഈ സന്ദേശത്തിലെ കഥാപാത്രം ഉണ്ടല്ലോ, പിന്നെ ഒളിച്ചുപോയി അമ്പലത്തിൽ തൊഴുക, ഇദ്ദേഹം അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ഇദ്ദേഹം പാർട്ടി പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അമ്പലത്തിൽ പോവുകയും തൊഴുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അത് മാത്രമല്ല, ബറോഡയിലേക്ക് പോകുന്നു. ബറോഡയിൽ ചെന്നിട്ട് ഇദ്ദേഹം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ബറോഡയിൽ ചെല്ലും, മറൈൻ എഞ്ചിനീയറിംഗ്. അവിടെ ചെന്നിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പാർട്ടിക്കാരനായി മാറുന്നത്. അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് ഇദ്ദേഹം ബോംബെയിലേക്ക് വരുന്നു, സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു, ബോംബെയിലേക്ക് വരുന്നു. അവിടെ ഒരു പത്രമുണ്ട്, ദ ലിറ്റററി റിവ്യൂ ഇംഗ്ലീഷ് എന്ന് പറയുന്ന മാസികയിൽ പത്രാധിപ സമിതി അംഗമാവുന്നു. അതിനുശേഷം 4 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെന്നും ആ വിപ്ലവത്തിൻ്റെ ഒരു തീ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അതേസമയം കടുത്ത ഭക്തനുമായിരുന്നു. കടുത്ത പിശുക്കനുമായിരുന്നു. ഈ പറയുന്ന STD കോളൊക്കെ ഉള്ള സമയത്ത് പുള്ളി 4 മണിക്ക്, ശ്രീനിവാസനും സത്യനന്ദിക്കാടും മദ്രാസിലാണ് താമസിക്കുന്നത്. അപ്പം വെളുപ്പിന് 4 മണിക്ക് എന്ന് ആ സമയത്ത് കോള് വിളിച്ചാൽ കുറവാണ്, റേറ്റ് കുറവാണ്. അപ്പം 4 മണിക്ക് കോള് വരുമ്പോൾ ശ്രീനിവാസൻ വിളിച്ചിട്ട് പറയും, സത്യ ശങ്കരാടി ചേട്ടനാണ് വിളിക്കുന്നത്, ഫോൺ എടുക്കുക. അപ്പം 4 മണിക്ക് റേറ്റ് കുറവാണ്. അത് അടൂർ പാസി അതുപോലെ ആയിരുന്നല്ലോ. ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന 50ാമത്തെ വയസ്സിലാണ്. അടൂർ പാസി വിവാഹമേ കഴിച്ചിട്ടില്ല. പക്ഷേ അടൂർ പാസിയെ കുറിച്ചും കേട്ടിട്ടുള്ളത് അദ്ദേഹവും അടൂർ പാസി ജന്മം കൊണ്ട് പിശുക്കനായി. ഇദ്ദേഹം കുറച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നൊരു പിശുക്കായിരിക്കും. ഈ കഷ്ടപ്പെടുന്നവർക്ക് പൈസ കിട്ടിയ ഒന്നെങ്കിൽ അവർ ഇദ്ദേഹത്തെ പോലെ പിശുക്കനായിട്ട് കുടുംബത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കും, അടുത്ത തലമുറയെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. വേറെ ചില ആളുകൾ മണീനെ പോലെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും എന്നെപ്പോലെ എല്ലാവരും കഷ്ടപ്പെടുന്നവരെല്ലാം അവർ നമ്മളെ ദൂരത്തുനിന്ന് അത് ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. പക്ഷെ അവസാനം അതിന് അവർ വലിയ വില കൊടുക്കണേ. പപ്പുവിനൊക്കെ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. പപ്പു ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ആദ്യകാലത്ത് ഈ നടന്മാരുടെയൊക്കെ ഒരു വലിയൊരു പ്രത്യേകത, ഇവരെല്ലാം ഹാസ്യ നടന്മാർ, ഇവർ ആരും തന്നെ ഓവർ ആക്ട് ചെയ്യുന്നവരായിരുന്നില്ല, എല്ലാം അണ്ടർ ആക്ടിങ് ആയിരുന്നു. ഉണ്ടാക്കി മോഹൻലാലിനെ പോലെ ആയിരുന്നു. ഇങ്ങനെ ഇന്റേണലൈസ് ചെയ്ത് അഭിനയിക്കാൻ നമ്മൾ. ഇപ്പം ശങ്കരാടി ചേട്ടൻ്റെ വേഷം ചെയ്യുകയാണെങ്കിൽ ശങ്കരാടി ചേട്ടൻ ഈ കുമാരൻപിള്ള സാറിനെ കൊടുത്താൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കുമാരൻപിള്ള സാറിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്, മറിച്ച് ബിഹേവ് ചെയ്യും. ഞാനാണ് ഈ ക്യാരക്ടർ എങ്കിൽ എങ്ങനെയായിരിക്കും,
അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി അടുപ്പം തോന്നുന്നത്. മമ്മൂട്ടി പോലെ നമ്മൾ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയതാണ്. മമ്മൂട്ടി ചിലപ്പോൾ ആ ക്യാരക്ടറായിട്ട് അങ്ങ് മാറും. അപ്പോൾ മമ്മൂട്ടിയുടെ ചില ക്യാരക്ടർ നമുക്ക് മമ്മൂട്ടിയെ സങ്കല്പിക്കാനേ പറ്റാത്ത ക്യാരക്ടേഴ്സ്. വാറുണ്ണി അത് മേക്കപ്പ് കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കത് സൗണ്ടിൽ പോലും മോഡുലേഷൻ വരെ മമ്മൂട്ടി മാറ്റം വരുത്തിയിട്ടുണ്ട്. മോഹൻലാലിന്റെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് സതയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രാജശില്പിയാണ് ഒടുക്കത്തെ മേക്കപ്പ് ഒക്കെ ഉള്ളത്. അതിൽ മോഹൻലാലായിരുന്നു. ആ ഒരു വേഷത്തിൽ ആ ഒരു അനുഭവ സിറ്റുവേഷൻ മോഹൻലാലിന് വന്നാൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലാണ് മോഹൻലാൽ ചെയ്യുക. ഇതിൽ ഏതാണ് നല്ല ആക്ടിങ് ചെയ്യുന്നത്? സിനിമയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇന്റേണലൈസ് ചെയ്തിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് സിനിമയ്ക്ക് കുറച്ചുകൂടി നല്ലത്. മമ്മൂട്ടി ഇത് രണ്ടും പറ്റും. മമ്മൂട്ടി തനി ഇതും ചെയ്യും. മമ്മൂട്ടി പരകായ പ്രവേശനം എന്ന് പറഞ്ഞ സാധനം ചെയ്യും മമ്മൂട്ടി. നമുക്ക് മമ്മൂട്ടിയെ തോന്നുക പോലില്ല. മമ്മൂട്ടിയുടെ ചില ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഉദാഹരണമായിട്ട് വടക്കം വീരഗാഥയിലെ മമ്മൂട്ടി, അതുവരെ നിങ്ങൾ കണ്ടിട്ട് മമ്മൂട്ടിയല്ല. അതെ, അല്ല അത് മാത്രമല്ല, ഈ ചന്തുവിനെ കുറിച്ച് നമുക്കൊരു ഇതില്ലല്ലോ പഠിക്കാൻ. നമ്മൾ കേട്ടിട്ടുള്ളത് ചതിയനായ ചന്തുവാണ്, അയാളുടെ വേഷഭൂഷാദി എങ്ങനെയാണ്, അയാളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഇത് നേരെ ഓപ്പോസിറ്റ് അല്ലേ? മാത്രമല്ല നിങ്ങൾ അത് കേട്ട മമ്മൂട്ടിക്ക് ഒരുപാട് മാനദോഷം കാര്യങ്ങളും വ്യത്യസ്തമായി. പക്ഷേ ചന്തു ചെയ്യുമ്പോൾ മമ്മൂട്ടി വേറൊരു തരത്തിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ സാമ്രാജ്യത്തിലെ മമ്മൂട്ടി സൗണ്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത് മമ്മൂട്ടി. അല്ലെങ്കിൽ മറ്റേ ഇതിലെ മമ്മൂട്ടി ഉണ്ടല്ലോ, ഏത് ബിഗ് ബിയിലെ മമ്മൂട്ടി എത്തി നമുക്ക് അങ്ങനെ പരിചയമുള്ള മമ്മൂട്ടിയല്ല. പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല. മോഹൻലാൽ നമ്മൾ ഇഷ്ടപ്പെടാനേ ദഹിക്കും. കാരണം നമ്മൾ ചുറ്റും കാണുന്ന ഒരാൾ, അയാൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ വന്നാൽ അയാൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വരുന്നത്. ശങ്കരാടി അതിൽ അദ്വിതീയനായിരുന്നു, ഏത് വേഷം ചെയ്താലും. അപ്പോൾ ശങ്കരാടി ഇപ്പം അനിയത്തിപ്രാവിലെ നമ്മളൊക്കെ കൂടുതൽ പരിചയമുള്ളൂ. മുമ്പത്തെ ആദ്യകാല സിനിമകൾ സത്യസാറിൻ്റെ നസീസാറിൻ്റെ കൂടെ ചെയ്ത സിനിമകൾ അധികം അമ്മാവനും പിഷ്കനായിട്ടുള്ള കച്ചവടക്കാരനും അങ്ങനെയുള്ള തലയിൽ കൈയൊക്കെ വെച്ചിട്ട് ഇരിപ്പുണ്ട് ചെയ്തിരുന്നു. എനിക്കതിൽ മുമ്പേ ഏതൊരു പടത്തിൽ സത്യനുള്ള സിനിമയിൽ ഇങ്ങനെ തലയിൽ കൈ, പണ്ടത്തെ ആളുകൾ തലയിൽ കൈയും വെച്ച് ഒരു പ്രതിസന്ധി വരുമ്പോൾ കല്യാണം പണിയുന്ന സമയത്താണ് ഒരൊറ്റ ഇരിപ്പ്. അത് അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ. അത് ഇദ്ദേഹമായിട്ട് വരുമ്പോൾ നമ്മുടെ ബഹദൂറായിട്ട് വരുമ്പോൾ ബഹദൂർ ബാസി എന്ന് എല്ലാവരും പറയാം. ഇദ്ദേഹമായിട്ട് ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. ഒരു രണ്ടും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര മത്സരമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അനിയത്തിപ്പോ പോലുള്ള സിനിമകളാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. ആ സിനിമയിലെ പട്ടാളക്കാരൻ അതിൽ അരവട്ടുള്ള പട്ടാളക്കാരൻ. അത് നമ്മൾ ശങ്കരാടി ചേട്ടനല്ലാതെ അന്ന് ആ ഹൈറ്റൊക്കെ ഉള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു വേഷമാണ്. തിലകൻ സാർ ഇങ്ങനെ ചില പട്ടാളക്കാരൻ റിട്ടയർഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. തിലകൻ സാറിന് അങ്ങനെ വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ആളാണ്, പട്ടാളത്തിൽ ഉണ്ടായിരുന്ന പോലും. അപ്പോൾ നമ്മൾ പട്ടാളത്തിലുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ നല്ല ഐറ്റം ഈ ക്യാപ്റ്റൻ രാജുവിനെ പോലുള്ള ആളെ പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ. അപ്പോൾ ഇങ്ങനെ കൃഷകാർത്തന ഒരാൾ വരുമ്പോൾ അങ്ങനെ ഒരു വേഷം ചെയ്ത് ഫലിപ്പിക്കണമെങ്കിൽ അത് അയാൾ ഭയങ്കര സിദ്ധി അയാൾക്ക് വേണം, ഭയങ്കര കഴിവ് വേണം, അല്ലെങ്കിൽ പാളിപ്പോവത്. ഇപ്പം ഭീമൻ്റെയൊക്കെ വന്ന് പട്ടാളക്കാരനായിട്ട് അവിടെ ഇരുന്നാലും വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അബൂ സലീം വന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. കാരണം അവരുടെ ആകാരം കൊണ്ടൊക്കെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ അതുപോലല്ല ഇദ്ദേഹത്തിൻ്റെ കാര്യം. എനിക്കിപ്പോഴും ഓർമ്മ, ചെറിയ വേഷങ്ങളിൽ പോലും അദ്ദേഹം ആ സിനിമ മുഴുവൻ, ചില ആളുകൾ ചെറിയ വേഷത്തിൽ അഭിനയിച്ചാൽ അവരെ നമ്മളങ്ങ് മറന്നുപോകും. പക്ഷെ അദ്ദേഹം ഒരു സീനിലായാൽ പോലും ആ കഥാപാത്രം ഇന്നും നിലനിൽക്കും. ഉദാഹരണത്തിന് കാബൂളിവാലയിലെ കഥാപാത്രമുണ്ട്, ചായക്കട നടത്തുന്ന അദ്ദേഹം ഈ അത് എടുത്ത് തലേ വെക്കുകയാണ്. ഇവര് ഇവിടെ ഇല്ല, പോലീസ് വരുന്ന സമയത്ത് കയറി നോക്കിക്കോ. ഏറ്റവും വലിയ കാര്യം ആ ക്യാരക്ടറിന്റെ ആണെങ്കിൽ അനിയത്തി പോലെ ന്യൂആൻസസ് ആണ്. ഇപ്പം ഒരു ചായക്കടക്കാരൻ നായർ എന്നാണ് മലയാളികളെ പറ്റി പിന്നെ കേരളത്തിന് പുറത്ത് അറിയപ്പെടുക. അപ്പം മലബാറിലാണെങ്കിൽ ചായക്കടക്കാരൻ കാക്കായി, മുസ്ലിം ആയിരിക്കും അദ്ദേഹം ചായക്കടക്കാരൻ. ഇവിടെ സൗത്തിലോട്ട് നായേഴ്സ് ആയിരിക്കും. അപ്പം ചായക്കടക്കാരൻ നായരുടെ മാനദർശങ്ങൾ കൃത്യമായിട്ട് അതിൽ വരുന്നുണ്ട്. ഭരണി വൃത്തിയാക്കുന്നു, ഈ വൃത്തിയാക്കിയ സാധനം അവിടെ ഇടുന്നു. അങ്ങനെ ഈ മാനദർശങ്ങളിൽ നമ്മൾ സിനിമയെ പറ്റി പഠിച്ചു വരുമ്പോഴാണ് അത് ശ്രദ്ധിക്കുക. പക്ഷേ ഇത്തരം മാനദർശങ്ങൾ കടന്നിട്ടില്ലെങ്കിൽ ആ ഒരു അങ്ങനെ സൂക്ഷ്മമായ അത് കടത്തി വിട്ടിട്ടില്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ എടുത്തു നിൽക്കും. നമുക്ക് അങ്ങനെ തോന്നില്ല. നമ്മളായിട്ടൊരു ബന്ധം നമ്മൾ ദിവസം കാണുന്ന ആളായി തോന്നില്ല. ഇത് ശരിക്കും നമ്മൾ ദിവസം കാണുന്ന കേശവനേട്ടനിൽ നിന്ന് ശങ്കരാടിയുടെ ക്യാരക്ടറിലേക്ക് ഒരു വ്യത്യാസവും ഇല്ല. അത് സൂക്ഷ്മാഭിനയമാണ്. അത് എനിക്കൊന്ന് വിരൽ തൊട്ട് അഭിനയിക്കുന്നത്. അത് പറയുമ്പോഴാണ് ഈ ഗോഡ് ഫാദറിൽ അദ്ദേഹത്തെ വക്കീലാണ്, അദ്ദേഹത്തിൻ്റെ വേഷമുണ്ട് ഗോഡ് ഫാദറിൽ. അദ്ദേഹത്തെ അവസാനം സിഗരറ്റ് അടിച്ച് ബോധം കെടുത്തിയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു മിമിക്രി. ഞാൻ പണ്ട് അത് കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് NF വർഗീസ് വന്ന് മിമിക്രി ആർട്ടിസ്റ്റ് ഇത് ഈ സാധനം സ്റ്റേജിൽ ചെയ്യുന്ന, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇളമ്പള്ളൂർ അമ്പലത്തിൽ ഇത് കണ്ടത്. അതൊന്ന് ഭയങ്കര കൗതുകമുള്ള കാര്യം. അത് തന്നെയാണ് ഒരു സിനിമയിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നത്.
അത് പിന്നെ അതുപോലെ തന്നെ ദാസനെയും വിജനെയും നാടോടിക്കാറ്റിൽ അതെ അതെ ഈ പശുവിനെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ വന്ന് ചോദിക്കുക എന്താടാ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാമെന്ന് എന്ന് ഇത്തിരി പരുത്തി പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ. ഗാന്ധിതാറിൽ കണ്ടില്ലേ? അതെ അസൽ ഗോർഖ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ആ സ്വാഭാവികമായിട്ടുള്ള ശൈലി. ഇദ്ദേഹത്തെ മാത്രമല്ല, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആ കാലത്തെ ഈ ബഹദൂർ സാവ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അടൂബാസി, ഇവരൊക്കെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരുപക്ഷെ ഈ അഭിനയിക്കുന്ന നടൻ ഓവർ ആക്ടിങ് ആണ്, അല്ലെങ്കിൽ ഒത്തുപോകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇവരൊരു സൈഡ് ക്യാരക്ടേഴ്സ്, ഇവരാണ് സിനിമ കൊണ്ടുപോകുന്നത്. കാരണം ഇവർ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ദിവസം കാണുന്ന ഇപ്പൊ ജഗതി, ശ്രീകുമാർ അതേ സംഭവമായിട്ട് നീങ്ങും. ഇപ്പൊ സ്വരാജ് മറ്റേ ഈ ഇതുണ്ടല്ലോ, സ്വരാജിന്റെ ദശമൂലം, അങ്ങനെയുള്ള ന്യൂ ജനറേഷൻ ഗുണ്ട ഇതില്. അപ്പൊ ഇവരാണ് സത്യത്തിൽ ഈ സിനിമകളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തിന്റെ ട്രോളായിട്ട് വരുന്ന സിനിമ, ഈ ദശമൂലത്തിന്റെ കാര്യം അന്ന് ഞാൻ ആ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ മമ്മൂട്ടിയാണല്ലോ കാണുന്നത്, സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നു. സലീം കുമാർ അന്ന് ഒരുപാട് കയ്യടി വാങ്ങിച്ചു, പിന്നെ സുരാജ് വരുമ്പോഴേക്കടി. പക്ഷേ ആ സിനിമ കഴിഞ്ഞ് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ദശമൂലമാണ് പിന്നെ നിറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അതുപോലെ ഇദ്ദേഹത്തിന് മിന്നാര എന്നുള്ള സിനിമയിലെ അടുക്കളക്കാരനുണ്ടല്ലോ, അത് പല ഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പിള്ളേരെ ഇഷ്ടവുമാണ്, എന്നാൽ പിള്ളേരെ വികൃതി കൊണ്ട് രക്ഷയില്ല, അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ മാറ്റി നിർത്തി നമുക്ക് ആ സിനിമ ആലോചിക്കാൻ പറ്റില്ല. പല പ്രധാനപ്പെട്ട സിറ്റുവേഷനെ കണക്ട് ചെയ്യുന്നത് ഈ ക്യാരക്ടറാണ്. പ്രിയദർശൻ പറയുന്നേക്കാം, പ്രിയദർശൻ സിനിമ ആലോചിക്കുമ്പോൾ പറഞ്ഞേക്കാതെ എനിക്ക് പ്രിയദർശൻ പരിചയമല്ല, അദ്ദേഹത്തിന് ഇന്റർവ്യൂ അയച്ചപ്പോൾ അപ്പം സിനിമ ആലോചിക്കുക അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം വരിക ഈ പറഞ്ഞ മാമുക്കോയ, ഇന്നസെന്റ്, ശങ്കരാടി, വേണുചേട്ടൻ, തിലകൻ, ശ്രീനിവാസൻ, ഇങ്ങനെയുള്ള പപ്പു ഇവരൊക്കെയാണ് വരിക. പിന്നെ സിനിമ അങ്ങ് വരും എന്നുള്ളതാണ്. പിന്നെ ക്യാരക്ടേഴ്സിന് സത്യനന്ദിക്കാടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ, ശങ്കരാടി ഇങ്ങനെ പറയുന്ന ഒരു. അപ്പൊ ഇവരില്ലാതെ ഇങ്ങനെ പ്രിയന്റെ ഏതൊരു ഇന്റർവ്യൂ പറയുന്നത്, ഇവരില്ലാതെ ഇനിയിപ്പോ അടുത്ത സിനിമ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ റീപ്ലേസ് ചെയ്യണ്ടേ. അപ്പൊ അവർക്ക് ശേഷം വന്ന പല ആളുകളും അദ്ദേഹത്തിൽ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നതിന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു പ്രദേശമാണ് നമ്മുടെ സെൻസിബിലിറ്റിയും ഈ പുതിയതായിട്ട് വന്ന ആക്ടേഴ്സിന്റെ സെൻസിബിലിറ്റിയും ഈ പുതിയതായിട്ട് വന്ന ആക്ടേഴ്സിനെ കൂടുതൽ കാണുന്ന പുതിയ തലമുറയുടെ സെൻസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം. നമ്മുടെ സെൻസിബിലിറ്റി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പുതിയ ആളുകൾക്ക് പലർക്കും ആ ഒരു റേഞ്ചിലേക്ക് വരാൻ പറ്റുന്നില്ല. നായക നടന്മാർ പലരും വരുന്നുണ്ട്. ഇപ്പോൾ ടോവിനോ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ദുൽഖർ മോഹൻലാലിനെ പോലെ സ്വാഭാവിക അഭിനയം നടത്തുന്നുണ്ട്, പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട്, പിള്ളേർ കുഴപ്പമൊന്നുമില്ല, നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സൈഡ് റോളിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു ബാക്കപ്പ്. ഇപ്പം തിലകൻ സാറിനെ പോലെ ഒരാളാണ്, അല്ലെങ്കിൽ ജഗതി ചേട്ടനെ പോലെ ഒരാളാണ്, നമുക്ക് കാണാനേ പറ്റുന്നില്ല. അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇവർ അന്നത്തെ സമൂഹമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നാടകത്തിന്റെ കളരിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. നാടകത്തിലെ ഈ സൂക്ഷ്മാംശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, കാരണം മേക്ക് ബിലീഫ്, സിനിമ മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ഇരട്ടി വലുപ്പത്തിൽ ഇത് കാണിക്കുമ്പോൾ അത് മേക്ക് ബിലീഫ് ആക്കാൻ എളുപ്പമാണ്. നാടകത്തിന് അത്ര എളുപ്പമല്ല, വളരെ ദൂരെ നിന്നല്ലേ. അപ്പോൾ സൂക്ഷ്മാംശം വേണം, പ്ലസ് നാടകത്തിൽ ഓവർ ആക്ടിങ് ആണ്. ആദ്യ കാലഘട്ടത്തിലെ പല നടന്മാർക്ക് ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു, നോക്കിയാൽ നാടകത്തിൽ വന്നിട്ട്. പക്ഷേ ഇവരൊക്കെ വരുമ്പോൾ ഈ ഓവർ ആക്ടിങ് അവർ കൺട്രോൾ ചെയ്തു. അത് നെഗറ്റീവ്. മമ്മൂട്ടി അതാണ്, ഈ മമ്മൂട്ടി കൈകൊണ്ട് കുലുക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, മാനദോസം മമ്മൂട്ടി തന്നെയാണ് ആദ്യം കണ്ടുപിടിച്ചത്. അത് ഇവർ തന്നെ ആദ്യം കണ്ടുപിടിച്ചു തോന്നുന്നു, ഈ ഓവർ ആക്ടിങ് എന്നുള്ള പ്രശ്നം. അപ്പോൾ പിന്നെ ഇവർ വന്നപ്പോൾ ഓവർ ആക്ടിങ് ഇല്ല, പക്ഷേ ഈ ന്യൂആൻസസിലേക്ക് പോവുക, സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി തന്മയത്വത്തോടെ കൊണ്ടുവരാനുള്ള കഴിയും. അതാണ് ഇവരെയൊക്കെ വേറിട്ട് നിർത്തുന്നത്. ഞാൻ പിന്നെ ഇപ്പോഴുള്ള പല പയ്യന്മാരെ ഈ ഹ്യൂമർ ചെയ്യുന്ന പയ്യന്മാരെ നോക്കാറുണ്ട്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു എന്താണ് നന്നായി ചെയ്യുന്നു എന്ന് തോന്നിയത് ഈ ശ്രീനാഥ് വാസിയാണ്. അവൻ്റെ ആദ്യത്തെ കുറേ തമാശ വേഷങ്ങളുണ്ട്. ഒരു ഭർത്താവ് വന്നപ്പം എനിക്ക് ജാരനായിരിക്കണം, ഒരു ഫാനിൻ്റെ മുകളിൽ ബെഡ്റൂമിൽ ഇങ്ങനെ സീനൊക്കെ ഉണ്ട്. അതിനുശേഷം ഓടിയിട്ട് ഇയാൾ വെടിവെക്കുന്നു, അപ്പം ചാടി സ്കൂട്ടറിൻ്റെ മുകളിൽ. ശ്രീനാഥ് ബാസി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റു പലരും ആ ഒരു റേഞ്ചിലേക്ക് വന്നതായി തോന്നിയിട്ടില്ല. അപ്പം പുതിയ നടന്മാർ വന്നാലും ഇവരെയൊക്കെ നമുക്ക് അല്ല, ഇവര് വലിയൊരു കാര്യം വെച്ചാൽ ഇവരൊക്കെ കാരണം അടി കിട്ടിയ കുറേ ആളുകളുണ്ട്. അതൊന്ന് നമ്പൂതിരി ഫലിതങ്ങൾ, സർദാജി ഫലിതങ്ങൾ. ഇപ്പം ആരും നമ്പൂതിരി സർദാജി പറയുന്നില്ല. നമ്മുടെ ജനറേഷൻ പറഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ളത് ശങ്കരാടി ചേട്ടനും പപ്പു സാറും ഇവരൊക്കെയാണ്. അപ്പം അപ്പം ഈ മുമ്പുണ്ടായിരുന്ന ഈ പറയുന്ന കുറേ ലെജൻസ് അല്ലെങ്കിൽ ഐക്കൺസ് നമ്മളെ മുന്നിൽ ഇല്ലാതായി. അത് ഇവരാൽ റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇനി അടുത്ത തലമുറയിൽ ഇവരെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആരും വരുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വന്നിട്ടില്ല, അത് ഇവരുടെ വിജയം തന്നെയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ പുതിയ പയ്യന്മാർ ട്രോൾ ഉണ്ടാക്കുമ്പോഴും അവരുടെ ജനറേഷനായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ല വരുന്നത്. ട്രോൾ അധികം വരുന്നത് ഇവരൊക്കെ തന്നെ. മണവാളം വരെയുള്ള ആളുകൾ, ദശമൂലം വരെയുള്ള ആളുകളാണ് വരുന്നത്.